ഹലോ, ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു ഞണ്ട് കറി റെഡിയാക്കിയാലോ? ഒരു 2 ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനതിനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി തോടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യം സവാള 2 എണ്ണം, ഒരു മീഡിയം സൈസ് 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-15 ഉള്ളി ഞാൻ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 വലിയ കഷ്ണം വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി, പിന്നെ ഒരു 3 പച്ചമുളക്, ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിപ്പറേഷൻസിലേക്ക് കിടക്കാം. ഞാനൊരു മൺചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ട് ഞാൻ ചട്ടിയിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി എല്ലാം കൂടെ അങ്ങ് ചേർക്കുകയാണ് കേട്ടോ. ഇതൊട്ടും ഞണ്ട് കറി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു ഉണ്ടാക്കാനായിട്ട്. എൻ്റെ സിസ്റ്ററാണ് എനിക്കിത് പഠിപ്പിച്ച് തന്നത്. ഞാനിപ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റുമാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടവുമാണ്. നമ്മൾ എടുക്കുന്ന ഞണ്ടിൻ്റെ അളവനുസരിച്ചിട്ടാണ് കേട്ടോ തക്കാളി ചേർക്കേണ്ടത്. പിന്നെ ഉള്ളി കൂടുതൽ ചതച്ച് ചേർക്കുന്നത് നല്ലതാണ്, കൂടുതൽ ഗ്രേവി ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി അധികം ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ മാത്രമേ എടുക്കുന്നുള്ളൂ. മുളക് പൊടി അധികം വേണ്ട ഈ കറിക്ക്, കാരണം ഇത് കുരുമുളകാണ് മെയിൻ. ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടാട്ടോ, പക്ഷെ കുറയ്ക്കാൻ പാടില്ല, കാരണം കുരുമുളകാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യുക. ഈ കറിയുടെ ടേസ്റ്റിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് ഈ മിക്സിങ് തന്നെയാണ്. എത്ര നന്നായി മിക്സ് ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊന്നും ആദ്യം ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും എണ്ണ നന്നായി തെളിഞ്ഞു വരാൻ തുടങ്ങും. ഞാനിത് ഏതാണ്ട് ഒരു 3 മിനിറ്റ് നേരത്തേക്കെങ്കിലും മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യുന്തോറും കറിയുടെ ടേസ്റ്റ് കൂടും എന്നാണ് പറയുന്നത്. അത് ശരിയാണ് കേട്ടോ. ഇങ്ങനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1/2 ഗ്ലാസ് വെള്ളം കുറച്ചായി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ആവശ്യത്തിന് വെള്ളം ചേർത്തതിന് ശേഷം നന്നായി എല്ലാം കൂടെ ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്കിത് അടുപ്പിലേക്ക് വയ്ക്കാം. ഇനി ഒന്നും ചെയ്യാനില്ല, നമുക്ക് നേരെ അടുപ്പിലേക്ക് വെച്ചിട്ട് അടച്ചു വയ്ക്കാം. പക്ഷേ അടച്ച് കുറേ നേരം വയ്ക്കരുത്, ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുകയും വേണം. അതല്ലാന്നുണ്ടെങ്കിൽ ഞണ്ട് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം പ്രത്യേകം ഓർക്കണേ, ഇതിൽ ഓവറായിട്ട് നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, കാരണം ഇത് വെന്ത് വരുന്തോറും ഞണ്ടെന്നുള്ള വെള്ളം കൂടെ ഇറങ്ങി വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ പിന്നെ ഇത് വെറുതെ ചാറ് പോലെ ആയിപ്പോവും. അപ്പോൾ നമുക്ക് കറിക്ക് ഉദ്ദേശിച്ച ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് തനിയെ വന്നിട്ടുള്ള വെള്ളമാണിത്. ഞണ്ട് നന്നായിട്ട് വേവാനും പിന്നെ ആ ഞണ്ടിൽ നിന്ന് വന്നിട്ടുള്ള വെള്ളമെല്ലാം ഒന്ന് പറ്റി നന്നായിട്ട് കുറുകി ഒരു ഗ്രേവി പരുവത്തിലേക്ക് വരാനുമായിട്ട് നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ആ ഒരു രൂപത്തിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു ഗ്രേവി ആയിട്ടുള്ള ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കറി ഇറക്കി വയ്ക്കാം. പക്ഷേ ഇതുകൊണ്ട് തീർന്നില്ല, ഇനി അവസാനം ഒരു മിനുക്ക് പണി കൂടി നമുക്കിതിൽ ചെയ്യാനുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ കറിവേപ്പില ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇപ്പോൾ നമ്മുടെ കറിയുടെ എല്ലാ പരിപാടികളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ബൈ.